സ്വന്തം നിലയ്ക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ച് VC മോഹനൻ കുന്നുമേൽ. അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിന്റെ നിയമനം സിൻഡിക്കേറ്റ് ചട്ടം മറികടന്ന് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ ചേരുകയാണ്. മുരളി, കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം തൊട്ട് അവർക്ക് കേരളത്തിലെ സർവകലാശാലകൾ നോട്ടമിട്ടതാണ്. അതിനെ അതിശക്തമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ നേതാക്കൾക്കും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ കഴിയും പോലെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നേരിയ പ്രതിരോധം പോലും ഉയർത്താൻ നമ്മുടെ സർക്കാർ, UDF സർക്കാർ തയ്യാറാകുന്നില്ല. മുരളി, കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടത്തെ ഇല്ലാതാക്കാനും സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാനും വേണ്ടിയിട്ട് ചാൻസലറുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാവ്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ പ്രതിരോധമാണ് 10 കൊല്ലക്കാലം ഇവിടെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റും ഇതിനകത്ത് ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഭരണം മാറിയ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയിൽ ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ വൻതോതിലുള്ള കാവ്യവൽക്കരണമാണ് സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പറയാത്ത അധികാരങ്ങൾ അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുകയാണ്. 6 മാസക്കാലമായി സിൻഡിക്കേറ്റ് യോഗം ചേരുന്നില്ല. സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത ഘട്ടത്തിൽ ആണ് അദ്ദേഹം സിൻഡിക്കേറ്റിന്റെ അധികാരം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉയർന്നു വന്നു. പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും സിൻഡിക്കേറ്റിന്റെ പരിധിയിലുള്ളതാണ്. ആ ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചെയർമാനെ മാത്രമേ വൈസ് ചാൻസലർക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ആണ്. അത് അദ്ദേഹം ഗവർണർത്തും. ഇന്നലെ ഞങ്ങൾ പറഞ്ഞതാണ്, സർവകലാശാലയിലെ സിൻഡിക്കേറ്റിന്റെ മറ്റൊരു അധികാരം സ്റ്റാൻഡിംഗ് കൗൺസിലിനെയും അതേപോലെ തന്നെ ലീഗൽ അഡ്വൈസറി നിയമിക്കാനുള്ള അധികാരം 1977 സർവകലാശാല ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് അധ്യായം 40 അനുസരിച്ച് സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അതേപോലെ തന്നെ ലീഗൽ അഡ്വൈസർ ഇവരെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്. ആ അധികാരം കഴിഞ്ഞ ദിവസം കവർന്നെടുത്തിരിക്കുകയാണ്. രാത്രി 10:30 മണിയായപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഒരു ഓർഡർ ചെല്ലുകയാണ്, നിങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻഡിക്കേറ്റ് ബോധപൂർവം വിളിച്ചു ചേർക്കാതെ സിൻഡിക്കേറ്റ് കൂടാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ 1013 എന്ന് പറയുന്ന അധികാരം എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ 6 മാസക്കാലമായി സിൻഡിക്കേറ്റ് കൂടുന്നില്ല. സർവകലാശാല ആക്ടിന്റെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും സംരക്ഷകനായി നിയമം പറയുന്നത് വൈസ് ചാൻസലറാണ്. ആ വൈസ് ചാൻസലർ ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെ ഇത് ലംഘിച്ചിട്ട് അമിത അധികാരം പ്രയോഗിക്കുകയാണ്. അവസാനമായി ഇന്നലെ ഇറക്കിയ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ്. ആരാണ് പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിലായി വന്നിരിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ ഈ കാവ്യവൽക്കരണത്തിനെതിരായി സിൻഡിക്കേറ്റ് നടത്തിയ ഫൈറ്റിൽ VCക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാവേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അദ്ദേഹം പേഴ്സണലായിട്ട് വെച്ച സെൻട്രൽ ഗവൺമെന്റിന്റെ പാനലിലുള്ള RSSന്റെ പ്രവർത്തകയായിട്ടുള്ള ഒരു അഭിഭാഷകയാണ് ഇപ്പൊ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഭരണം മാറിയ പശ്ചാത്തലത്തിൽ കാവ്യവൽക്കരണം ദ്രുതഗതിയിൽ മറ്റ് സർവകലാശാലകളിൽ നടത്തുന്നത് പോലെ കേരള സർവകലാശാലയിലും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ നിയമവിരുദ്ധമായിട്ടുള്ള നിയമനം. ശ്രീ മുരളീധരൻ, ഈ ഒരു കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഒരു വല്ലാത്ത നിസ്സംഗതയുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകേണ്ട എന്നൊരു നിലപാടിലാണ്. ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിൻ്റെ ഏതൊരു സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഭൗതിക തലമാണ് നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അത് RSS ഭരിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഈ UDF സർക്കാർ മാറുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് LDFും ഇടതുപക്ഷവും ആലോചിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ 10 വർഷക്കാലം ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയപ്പോ അതിനെതിരായി നല്ല പ്രതിരോധം തീർത്തു സർവകലാശാലകൾ, സിൻഡിക്കേറ്റുകൾ, സെനറ്റുകൾ, അക്കാഡമിക് കൗൺസിലുകൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, കേരളത്തിലെ സർക്കാർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാർ മാറി വന്ന പശ്ചാത്തലത്തിലാണ് ഇത്രയും തീവ്രമായ കാവ്യവൽക്കരണമായിട്ട് മുന്നോട്ട് പോകുന്നത്. സർവകലാശാലകൾ സ്വതന്ത്രമായ അക്കാദമിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥാപനങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫണ്ടിങ് സംസ്ഥാന സർക്കാരാണ് നടത്തുന്നത്. സർക്കാരിന്റെ സംരക്ഷിത സ്ഥാപനങ്ങൾ തന്നെയാണ് സർവകലാശാലകൾ. അപ്പൊ സ്വാഭാവികമായും ആ സർവകലാശാലകളുടെ നിയമം പാസാക്കിയത് കേരള നിയമസഭയാണ്. ആ നിയമസഭ പാസാക്കിയ നിയമം ലംഘിച്ചൊരു വൈസ് ചാൻസലർ മുന്നോട്ട് പോകുമ്പോൾ അയാളെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അവർ അത്
ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇപ്പൊ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്നോ സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മന്ത്രി ഇതിനകത്ത് അഭിപ്രായം പറയണം ഇപ്പൊ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനെതിരായ അതിശക്തമായ പ്രതിരോധം കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നന്ദി ശ്രീ ജി മുരളീധരൻ പ്രതികരിച്ചത്.